പുലരുവാൻ ഇനിയും നാഴികയുണ്ട്. ഞങ്ങൾ നേരത്തെ യാത്ര പുറപ്പെട്ടു. എവിടേക്കെന്നല്ലേ? അട്ടപ്പാടി ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി. യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വീടുകളും എല്ലാം എടാ മോന് നീ കൂടി എവിടെ പോവാ? മുന്നോട്ട് പോവാ. പോകുന്നിടത്ത് അങ്ങനെ പോയിക്കോണ്ട് അങ്ങനെ വണ്ടിയിലിരുന്നു കൊണ്ട് പുറം കാഴ്ചകളെല്ലാം. എന്തുണ്ട് വിശേഷങ്ങൾ? ഇപ്പൊ അട്ടപ്പാടിയിലുള്ള യാത്രയിലേക്കാണ്. ആർക്കൊക്കെ വരണം എല്ലാവർക്കും വരാം. ഓക്കെ, ഫോളോ മീ. വെൽക്കം ടു ഊട്ടി. ഇപ്പൊ കറക്കം ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ സന്തോഷങ്ങളും വലിയ കാഴ്ചകളും കാണാമല്ലോ. ഞങ്ങൾ ആനക്കട്ടി മുള്ളി വഴിയാണ് യാത്ര തുടർന്നത്. ഇടയ്ക്ക് കടയിലിറങ്ങി ചെറിയൊരു തോർത്ത് വാങ്ങി. മറ്റൊന്നുമല്ല, ഇവിടെ ഒരു പുഴയുണ്ട്, അവിടെ കുളിക്കാൻ വേണ്ടി. എൻ്റെ മുഖത്തുനിന്ന് മിന്നിമായുന്ന സന്തോഷമുണ്ടല്ലോ. വളർന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരോടും ഒത്തുകൂടിയ ദിവസമായിരുന്നു ഇന്ന്. പിന്നെ പറയണ്ടല്ലോ, അടിച്ചു പൊളിച്ചു. അട്ടപ്പാടിയെക്കുറിച്ച് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ന്യൂസ് ചാനലുകളിലും പാഠപുസ്തകങ്ങളിലും ഒക്കെ മാത്രമായിരുന്നു. പക്ഷേ ഈ വലിയൊരു സുന്ദരി, അതായത് കൊടും സുന്ദരി എന്ന് തന്നെ പറയാം, അത്ര ഭംഗിയുള്ള അട്ടപ്പാടിയെ കാണാൻ എന്ത് രസമാണെന്നറിയുമോ? എല്ലാവരും വരണം, ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. കാണാ കാഴ്ചകളുടെ മായാലോകം. ഞങ്ങൾ അങ്ങനെ അട്ടപ്പാടിയിൽ എത്തിയിരിക്കുന്നു. നല്ലവരായ മനുഷ്യരുടെ ഇടയിൽ നമ്മൾ താണ്ടെ വന്നിരിക്കുന്നു. ഇനി ഓരോരുത്തരായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ പിന്നീട് അവതരിപ്പിക്കുന്നതാണ്. താങ്ക് യു. ഈ വരുന്ന കാറ്റിൻ്റെ മുക്കിലും മൂലയിലും നല്ല ഔഷധ ഗുണമുള്ള മണങ്ങൾ മാത്രമായിരുന്നു. ഒരു സൈഡിൽ ചിതറിക്കിടക്കുന്ന കുറേ വേസ്റ്റുകളും. കുഞ്ഞാവയോടും ശരത്തിനോടും ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടടാ മക്കളെ ഇതെന്ന്. അവർ പറഞ്ഞു സൂപ്പർ സൂപ്പറോ സൂപ്പർ. മോനിനോടും ചോദിച്ചു, ചിരി മാത്രം പാസ്സാക്കി. പിന്നെ ഇതൊരു ഹിഡൻ പ്ലേസ് ആണെന്ന് തന്നെ പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 4 പിള്ളേരിൽ ഞാൻ തന്നെയാണ് മൂത്തുകുട്ടി. പക്ഷെ എൻ്റെ അവസ്ഥ കണ്ടോ? ഇതാണ്. കിളികളെയൊക്കെ കൂട്ടിൽ നിന്ന് പറത്തി വിടത്തില്ലേ, അവസ്ഥയിലേക്കാണ് നല്ല രസമുണ്ട്. കൂടെ വന്ന ആൾക്കാർ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കിയതാ. ഇല്ല, നെല്ലിക്കയല്ല കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നോക്കട്ടെ. പൊട്ടിച്ചോ? ഇത് മറ്റേ നമ്മുടെ ഇത് വശക്കായൊന്നും അല്ല, കഴിക്കാൻ പറ്റുമോ അറിയത്തില്ല. പക്ഷെ അത്തിപ്പഴത്തിന്റെ വേറൊരു വെറൈറ്റി അല്ലേ? എനിക്കറിയില്ല. അങ്ങോട്ടൂടെ ചോദിക്കും. താങ്കളുടെ അഭിപ്രായം.